മുണ്ടക്കയത്ത് ഒരു മാമോദീസക്ക് പോവുകയാണ്. ആ യാത്രയിലാണ്. പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, പ്രകൃതി രമണീയമാണ്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങി. അതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. കാലത്താണ്, അതിരാവിലെ ആയിരുന്നു. അപ്പോൾ 11:30 മണിക്ക് ഞങ്ങൾക്ക് അവിടെ ഫംഗ്ഷൻ ചെല്ലുന്നതുകൊണ്ട് കാലത്തെ പുറപ്പെട്ടാണ്. പുറത്തൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ നോക്കി, മലനിരകളാണ്. ഞങ്ങളങ്ങനെ അകത്ത് കയറി വെള്ളയപ്പവും മുട്ടക്കറിയും ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഒരു പഴയ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പെൻസിൽ ഡ്രോയിങ്ങാണ്. നല്ല ഭംഗിയായതുകൊണ്ട് ഞാനന്ന് എടുത്താണ്. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തിറങ്ങി യാത്ര തുടർന്നു. ചെറിയൊരു ടൗണാണ്. ഇങ്ങനെ ടൗണിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. ഞങ്ങൾ വാഹനങ്ങളൊക്കെ തിരക്കുകളൊക്കെ വർദ്ധിച്ച് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് എത്രയും വേഗം അവിടെ എത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് പോകുന്നതുകൊണ്ട്, എന്നാൽ വളരെ നൈസായിട്ട് ഞങ്ങളവിടെ ആ പള്ളിയിൽ ആ സമയത്തിന് തന്നെ കറക്റ്റ് ഒരു 11 മണിയായപ്പോൾ എത്തിച്ചേർന്നു. പിന്നെ കുടുംബാംഗങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങൾ കുർബാന കൂടാനായിട്ടുള്ള ഒരുക്കത്തോടുകൂടി നിന്നു. പാട്ട് തീർന്നത് അച്ഛൻ ഉടനെ തന്നെ പുറത്തേക്ക് കൊച്ചിനടുത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു ചേർന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കുമുള്ളതാകുന്നു. ആമേൻ. ഈ അഭിഷേകതൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാത്യു മുദ്രിതനായിരിക്കുന്നു. മാമകചിത്രമെന്നാവും മോദമൊടേവം പാടുന്നു. സമാധാനത്തോടുകൂടെ സകല സൗഭാഗ്യങ്ങളും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാത്യു വിശുദ്ധതയിൽ കൊണ്ട് ലേലം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാത്യു മാമോദിസ കൊടുക്കപ്പെടുന്നു. നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അംഗീകരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ.
കുഞ്ഞിനെ വളർത്താനും കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കളെ ഗുരുജനങ്ങളെ ഉപജാതികളെ അങ്ങയുടെ ആരോഗ്യ കുർബാന കഴിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം ഫോട്ടോ എടുത്ത് അച്ഛനും പോയി. അതിനുശേഷം കൊച്ചിനെ അൽത്താരുടെ മുന്നിൽ ഒരു തുണിയെല്ലാം വിരിച്ച് അതിൽ കിടത്തി അവരൊരു ക്രൗണൊക്കെ വെച്ച് കൊച്ചിനെ കുറേ നേരം അവിടെ കിടത്തി. അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടെന്ന് തോന്നണം. എല്ലായിടത്തും ഉണ്ടാകുമായിരിക്കും, എങ്കിലും അവിടെ അങ്ങനെ ഒരു സീൻ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ കൊച്ചിൻ്റെ അമ്മ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ മുണ്ടക്കയം പള്ളിയിലെ മാമോദിസ ഇതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇനി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഫാമിലി ക്ലബ്ബ് ഓഡിറ്റോറിയം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇതാണ് മുണ്ടക്കയം സെൻറ്റ് മേരീസ് ഫെറോണ ചർച്ച്. പള്ളിയിൽ നിന്ന് പതുക്കെ എല്ലാവരും കാറിൽ കയറി യാത്ര പുറപ്പെട്ടു. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നല്ല കുത്തനെയുള്ള മലകയറ്റവും ഇറക്കവും നാട്ടുമ്പുറത്ത് നല്ലൊരു കാഴ്ചകളാണ് അതെല്ലാം. ഞങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ കാണാനായിട്ട് നല്ലൊരു മനസ്സിന് വലിയൊരു സന്തോഷം തോന്നി. അങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കയറ്റമുണ്ട്, അതേപോലെ നല്ല ഇറക്കമുണ്ട്. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ആ പറഞ്ഞ ആ ഒരു ഫാമിലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ. അത് നല്ല പ്രശാന്ത സുന്ദരമാണ്. ആ ഏരിയയെല്ലാം കാണാൻ നല്ല രസമാണ് നമുക്ക്. ഞങ്ങളുടെ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയൊക്കെ കണ്ട് വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഹോളിലേക്ക് അങ്ങോട്ട് കയറി. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടാശയാണ്. സോ ഇന്ന് നമ്മുടെ മാമോദിസ എന്ന കൂടാശ സ്വീകരിച്ച് നമ്മുടെ ഈ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക്, നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് അങ്ങനെ നമ്മുടെ മാത്തപ്പൻ കടന്നു വന്നിരിക്കുകയാണ്. അധികം നമ്മളിപ്പോൾ ഏകദേശം സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അധികം തന്നെ ദീർഘിപ്പിക്കാതെ ഞാനിവിടെ നമ്മുടെ പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങിയാണ്. സോ without any further ado, I welcome the proud parents, Nitin Jones and Maria to the stage. ഇനി ഈ ഒരു സ്റ്റേജ്, ഈ ഒരു കൂട്ടായ്മ കംപ്ലീറ്റ് ആകാൻ വേണ്ടി, ഇത് ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ? ആണോ? എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാത്തപ്പന്റെ ഗ്രാൻഡ് പേരൻസ് ഇവിടെ വരണം. സോ ഐ വെൽക്കം ജോസ് അച്ഛൻ ആൻഡ് എൽസി ആന്റി, റിച്ചി അങ്കിൾ ആൻഡ് വിജി ആന്റി ടു ദി സ്റ്റേജ്.
of Nitin Jose and Shiru, Neeru Chechi, Jane Shetai, Punjabo, Shiru Chechi, Anish Shetai. By the way, എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാല്ലേ? ഇതിൽ കയറുന്ന ഇടയ്ക്ക് എന്നെ എല്ലാവർക്കും അറിയായിരിക്കും. Okay, let me introduce myself. I am Mr. Molly Joseph. നടുപ്പറമ്പിലെ ഒരാൾ തന്നെയാണ്. നിതിൻ ജോസിന്റെ കസിൻ കൂടെയാണ്. എന്നെ ആഘോഷാന്ന് പറയാട്ടോ. നമ്മുടെ റിയയുടെ ബ്രദർ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. റിനോ പുള്ളി എബ്രോഡാണ്. അപ്പം നമ്മൾ റിനോ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി ഫ്രെയിം കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഷീരു ചേച്ചിയുടെയാണ്. ഷീരു കേക്ക്സാണ്. ഇനി ഫുഡ് കൗണ്ടർ ഓപ്പൺ ആണ്. ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആണ്. പിന്നെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് നമ്മുടെ സ്റ്റേജിൽ വന്ന് നമ്മുടെ യേശുക്കുട്ടനെ ബ്ലെസ് ചെയ്യാം, വന്ന് ഫോട്ടോ എടുക്കാം. താങ്ക് യു. ഭക്ഷണം എന്തൊക്കെയാന്ന് പറയും? എന്താണത്? ചിക്കൻ ബിരിയാണി. ഓക്കെ, ഇതെന്താണ്? ആ ഓക്കെ, സെപ്പറേറ്റ് ആണ്. സാലഡ്. ഓക്കെ, ഇതാണ് സൈഡ്. ഇത് നാരങ്ങ. ഇത് ഒന്ന് രണ്ട് വെജാണ്, വെജിറ്റബിളാണ്, അവിയലാണ്. ആ ഓക്കെ, പയറുത്തോണ്ട് മുളപ്പിച്ചതാണ്. മീൻ കറിയാണ്. ആ അത് വെജാണ്. വെജ്. ചോറും ചോറും. താങ്ക്സ്. അപ്പൊ ഇവിടുത്തെ അടിപൊളി ഭക്ഷണം കഴിച്ച് ഫോട്ടോയും എടുത്ത് വീട്ടുകാരോടും കൂട്ടുകാരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്തേക്ക് യാത്രയായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.